നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡോക്ടർ മോഹൻ വർഗീസ്. സിറിയൻ ആഭ്യന്തര യുദ്ധം പൂർണ്ണ വിജയത്തിലെത്തി. 2011 മുതൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധം വെറും 11 ദിവസങ്ങൾ കൊണ്ട് വിമത സഖ്യം വിജയിക്കുന്ന കാഴ്ച. എന്നാൽ അതിനേക്കാൾ വലിയ വിജയം ഇപ്പോൾ ആഘോഷിക്കുന്നത് ഇസ്രയേലാണ്. ബഷർ അൽ അസദ് സിറിയയിൽ നിന്ന് പലായനം ചെയ്ത അതേ ദിവസം ദമാസ്കസിലേക്ക് വിമതസേന കടന്നു വരികയും അവർ ഭരണം പിടിച്ചെടുക്കുകയും അവർ ആഹ്ലാദഭരിതരായി ആഹ്ലാദ തിമിർപ്പിൽ അർമാദിക്കുകയും ചെയ്ത് ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് സമാനതകളില്ലാത്ത ആക്രമണം ഇസ്രയേൽ നടത്തുന്നു. ഗോലാൻ കുന്ന് കടന്ന് മൗണ്ട് ഹെർമോൺ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രയേൽ തങ്ങളുടെ അതിർത്തി വിപുലീകരിച്ചു. ബഫർ സോണിലേക്കാണ് തങ്ങളുടെ സൈന്യം കടന്നു കയറിയത് എന്ന് ഇസ്രയേൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ബഫർ സോണിനും അപ്പുറത്തേക്ക് ദമാസ്കസിന് 25 കിലോമീറ്റർ അടുക്കൽ വരെ ഇസ്രയേലിൻ്റെ ടാങ്കുകളെത്തി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് പുറത്തു വന്നു. ശ്രദ്ധേയമായ കാര്യം, ബഫർ സോണിനപ്പുറത്തെ അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് ഇസ്രയേൽ സേന ബഫർ സോണിനപ്പുറത്തെ അതിർത്തി പോസ്റ്റുകളിലുള്ള സിറിയൻ ഔദ്യോഗിക സേന പിൻവാങ്ങിയപ്പോൾ അതേ പോസ്റ്റുകളിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സേന. പിന്നീട് അവർ മുന്നോട്ട് നീങ്ങുന്നു. ഈ യുദ്ധം മറ്റൊരു തലത്തിൽ ഇസ്രായേൽ സ്വന്തമാക്കുന്ന കാഴ്ചയല്ലേ നമുക്ക് മുന്നിൽ? ഇവിടെ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്നതൊരു സാധ്യതയാണ്. സിറിയ എന്ന പുരയ്ക്ക് വല്ലാതെ തീ പിടിച്ചിരിക്കുന്നു. വിമത സേന അധികാരം ഏറ്റെടുത്തു. എന്നാൽ കൃത്യമായ ഒരു ഭരണകൂടം രൂപീകരിച്ചതുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രതിരോധമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇസ്രായേൽ ഇപ്പം എന്ത് ചെയ്താലും യാതൊരു രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകാനുള്ള സംവിധാനങ്ങൾ ഇവിടെയില്ല. കാരണം വിമത സേനയുടെ കയ്യിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ പതുക്കെ വന്നു ചേരുന്നതേ ഉള്ളൂ. അവർ ഫേംലി എൻട്രൻച്ച്ഡ് ആകുന്നതിന് മുൻപ് തന്നെ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്സ് എന്ന നിലയിൽ ഇസ്രായേൽ എന്താണോ ആഗ്രഹിച്ചത്, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് മുഴുവൻ ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാം എന്ന കുശാഗ്ര ബുദ്ധി അത് ഇസ്രായേൽ പ്രയോഗിച്ചതായി കാണാം. അതുകൊണ്ടാണ് ഗോലാൻ കുന്നുകൾ തന്ത്രപ്രധാനമായ മേഖലയാണ്. 1967 ഇസ്രായേലി സിറിയ യുദ്ധത്തിൽ രാജ്യങ്ങളാകെ യുദ്ധത്തിലായിരുന്നു. അന്ന് പിടിച്ചെടുത്ത സിറിയയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളുടെ 2/3 ഭാഗവും ഇസ്രായേൽ തന്നെയാണ് കൈവശം വച്ചിരിക്കുന്നത്. ഇസ്രായേൽ എക്കാലത്തും ബാക്കി ഒരു 1/3 ഒരു കണ്ണുണ്ട്. അവിടെയാണ് ഹെർമോൺ ഒക്കെയുള്ള പർവ്വതങ്ങളും അതിനോടനുബന്ധ പ്രദേശങ്ങളും. ആ പിടിച്ചെടുത്ത ഭാഗം 74 കരാറിൽ വിട്ടുകൊടുത്തില്ല എന്ന് മാത്രമല്ല, അതിന് കിഴക്കോട്ടുള്ള കുറച്ച് ഭാഗം, വടക്കും കിഴക്കുമുള്ള ഭാഗത്തെ ഒരു ബഫർ സോൺ, ഭാവിയിൽ ഒരു കാരണവശാലും സൈനിക നീക്കങ്ങൾ, കരയിലൂടെയുള്ള സൈനിക നീക്കങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആ ഒരു ഭാഗം ഇപ്പോൾ ആ നോ ഫ്ലൈ സോൺ അല്ലെങ്കിൽ ഒരു ബഫർ സോണിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറി. അപ്പോൾ അവരുടെ കൂടെ തട്ടകമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതും കടന്ന് ദമാസ്കസിൻ്റെ പ്രാന്തപ്രദേശം വരെ ഇസ്രായേൽ സേന എത്തി. ദമാസ്കസ് ഇസ്രായേലിൽ നിന്ന് വളരെ അകലെയല്ല, ഗോലാൻ കുന്നുകളിൽ നിന്നും വലിയ ദൂരമൊന്നുമില്ല ദമാസ്കസിന്. അതിൻ്റെ 25 കിലോമീറ്റർ വെളിയിൽ വരെ ഇസ്രായേലി സൈന്യം വന്ന് തന്ത്രപ്രധാനമായ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഒരു കാര്യം. അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ സേനയുടെ കരസേനയുടെ സാന്നിധ്യം ചെറിയ തോതിലെങ്കിലും പുതിയ ന്യൂ സിറിയയിൽ ഉണ്ടാവണം എന്ന ചിന്ത തൽക്കാലത്തേക്കെങ്കിലും. 2, പൂർണ്ണമായ വ്യോമാധിപത്യം ഉണ്ടാവണം. ഇസ്രായേലി വിമാനങ്ങൾക്ക് യഥേഷ്ടം പറന്നുയരണമെങ്കിൽ ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺസ് സൈലൻ്റ് ആകണം. അതുകൊണ്ട് മിസൈൽ ലോഞ്ചേഴ്സ്, ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ആദ്യ സോർട്ടിയിൽ തകർത്തു. കഴിഞ്ഞ ഒരു 2-3 ദിവസമായി 450-ലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമസേന ബോംബാക്രമണം നടത്തിയത്. അതിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ വെളിവായി വരുന്നതേ ഉള്ളൂ. ഒന്നാമത് അവർ ടാർഗറ്റ് ചെയ്ത റേഡാർ സംവിധാനങ്ങളെയാണ്. ആ റേഡാർ സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഈ സിറിയയുടെ മണ്ണിൽ ഇനിയും റേഡാറുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് വ്യോമ ആധിപത്യം സ്ഥാപിക്കുന്നത്. പിന്നീട് വേണ്ടത് ആയുധപ്പുരകൾ. ഒരു കാരണവശാലും ഇപ്പോൾ അധികാരം ഏറ്റെടുക്കുന്ന HTSൻ്റെ കയ്യിലേക്ക്
വലിയ തോതിൽ ആയുധങ്ങൾ എത്തരുത്. സിറിയയ്ക്ക് സാമാന്യം ശക്തമായൊരു ആയുധപ്പുരയുണ്ട്. സിറിയയുടെ ബഷർ അൽ അസദിൻ്റെ സൈന്യങ്ങളുടെ ആയുധപ്പുരകളുണ്ട്. ആയുധപ്പുരർക്ക് കാവൽ നിന്ന് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. ഒരു എഗ്രിമെൻറ്റ് വേണ്ടി വരും. എഗ്രിമെൻറ്റിന് ശേഷം പുതിയ ഭരണകൂടത്തിലേക്ക് ആയുധങ്ങൾ കൈമാറേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും നല്ല ഉപാധി തറയിൽ വെച്ച് തന്നെ ആയുധങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. ആ ആയുധങ്ങൾ അടുത്ത റൗണ്ടിൽ നശിപ്പിച്ചു. പിന്നെ ബാക്കി വരുന്നത് രഹസ്യമായി ബഷർ അൽ അസദ് ബിൽഡ് ചെയ്തിരുന്ന രാസായുധങ്ങളും ജൈവായുധങ്ങളുമാണ്. അത് വലിയ വിപത്താണ്. ഇപ്പം നോക്കൂ, അമേരിക്ക സദ്ദാം ഹുസൈനെതിരെ തിരിഞ്ഞപ്പോൾ പറഞ്ഞ പ്രധാന കാരണം എന്തായിരുന്നു? സദ്ദാം ഹുസൈൻ സ്വന്തം ജനതയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ജൈവായുധങ്ങൾ അത് കൈവശമുള്ളത് കൊണ്ട് സദ്ദാം ഹുസൈനെ എന്ത് വില കൊടുത്തും പുറത്താക്കണം, അല്ലാതെ മറ്റു കാരണങ്ങളൊന്നുമല്ല. സദ്ദാം ഹുസൈൻ കുവൈറ്റ് കീഴടക്കി എന്ന കാരണമാണ് ആദ്യം പറഞ്ഞത്. അതല്ല കാരണം. രണ്ടാമത് 2003 നടന്ന യുദ്ധത്തിൽ സദ്ദാം ഹുസൈൻ്റെ ഈ കാരണമാണ്. ഇതേ കാര്യം അതൊരു കാൽപ്പനികത മാത്രമാണ്. സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു യഥാർത്ഥത്തിൽ. ഇറാഖിനകത്തൊന്നും രാസായുധങ്ങളൊന്നും അവശേഷിച്ചില്ല. അമേരിക്ക സേന 5 മിനിറ്റ് നോക്കിയിട്ട് ആടുമില്ല, ആട് കിടന്നിടത്ത് പൂടയുമില്ല എന്നുള്ള നിലയിലാണ്. അതേസമയം സിറിയയിൽ അങ്ങനല്ല. ബഷർ അൽ അസദ് പെർസിക്യൂഷന് വേണ്ടി ശത്രുക്കളെ, ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനായി കരുതി വെച്ചിരുന്ന സാമാന്യം നല്ല രാസ ആയുധങ്ങളും ഒരു ബയോളജിക്കൽ വാറിന് വേണ്ടി ഉപയോഗിക്കാൻ കരുതി വെച്ചിരുന്ന രോഗങ്ങൾ പരത്തുന്ന വൈറസുകളാണ്. അതാണ് ജൈവായുധങ്ങൾ. ഇത് രണ്ടും തകർക്കപ്പെടേണ്ടതുണ്ട്. അത് വളരെ പ്രിസിഷൻ ബോംബിങ്ങിൽ ഇസ്രയേൽ തകർക്കുന്ന കാഴ്ച കണ്ടു. അടുത്ത സ്റ്റേജിൽ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക, അതായത് റെയിൽ റോഡ്സ് ആൻഡ് ലിങ്ക്സ് ആൻഡ് പോർട്ട്. അങ്ങനെയാണ് വ്യോമതാവളങ്ങൾ, നാവിക താവളങ്ങൾ മുതലായവ തകർത്തെറിയുന്ന ഇസ്രായേൽ. അതായത് പടിഞ്ഞാറൻ മേഖലയിൽ, അതായത് കടലുകൾ, മെഡിറ്ററേനിയൻ കടൽ തീരത്താണ് സിറിയയുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെല്ലാം. അതിലൊരു തുറമുഖത്തിൻ്റെ നിയന്ത്രണം റഷ്യക്കാണ്. അവിടെ എയർഫീൽഡുകളുണ്ട്. അത് അലവികൾക്ക് ഭൂരിപക്ഷമുള്ളൊരു മേഖലയാണ്. അവിടെ കടന്നു ചെന്ന് ആ ഇൻഫ്രാസ്ട്രക്ചർ നാശകോശമാക്കി മാറ്റി ഇസ്രായേൽ. അങ്ങനെ കേവലം അധികാര കൈമാറ്റം നടന്ന് കേവലം 3 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യങ്ങളുടെ 90% പൂർത്തിയാക്കുന്ന അത്ഭുതകരമായൊരു കാഴ്ചയാണ് കണ്ടത്. ഈ മൗണ്ട് ഹെർമോൺ പർവ്വതത്തിന് ചില പ്രത്യേകതകളുണ്ട്. 10,000 അടി ഉയരം ആ പർവ്വതത്തിൻ്റെ പ്രത്യേകതയാണ്. ലെബനൻ മണ്ണിലേക്കും സിറിയൻ മണ്ണിലേക്കും വലിയ ദൂരം വിസിബിലിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. നേരത്തെ ഈ മേഖല ബഫർ സോൺ എന്ന പേരിൽ ഇസ്രായേൽ സൂക്ഷിച്ചിരുന്നു എങ്കിലും അതിർത്തിയിൽ നിന്ന് എപ്പോഴും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു. 2018 കാലഘട്ടത്തിൽ ആ വിമത സഖ്യം ശക്തമായിരുന്ന ദാര, ഖുനീദ്ര തുടങ്ങിയ മേഖലകൾ പൂർണ്ണമായി വിമത സഖ്യം കൈയടക്കി വെച്ചിരുന്നു. അന്ന് ഹിസ്ബുള്ളയുടെ സഹായത്തോടെ അസദിൻ്റെ ഭരണകൂടം ശക്തമായ ആക്രമണം നടത്തിയ മേഖല തിരിച്ചു പിടിച്ചു. പക്ഷേ ഔദ്യോഗികമല്ലെങ്കിലും ഹിസ്ബുള്ളയുടെ കൈകളിൽ തന്നെയായിരുന്നു പിന്നീട് ഇസ്രായേലിനും ദമാസ്കസിനും ഇടയിലുള്ള വലിയൊരു ഭാഗം. വീണ്ടും ഇപ്പോൾ ഹിസ്ബുള്ളയെ തകർത്തുകൊണ്ട് ആ മേഖലയിൽ ഇസ്രായേൽ ആധിപത്യം കൈവരിക്കുമ്പോൾ മറുവശത്ത് വളരെ വിചിത്രമായൊരു കാഴ്ച, ആ പ്രദേശം പൂർണ്ണമായി HTSൻ്റെ കയ്യിലേക്ക് പോകുന്നതിന് മുൻപ് അറബ് ഫോഴ്സ് തുടങ്ങിയ വിമത സഖ്യം കൈയടക്കി വച്ചിരിക്കുന്നു. അപ്പോൾ അത് ഭാവിയിൽ ഇസ്രായേലിന് കൂടുതൽ ശത്രുതാപരമായ നിലപാടിലേക്ക് കടക്കുമോ, അതോ HTS തന്നെ പിന്നീട് ദാരയും ഖുനീദ്രയും ഒക്കെ പിടിച്ചെടുത്ത് ദമാസ്കസിൻ്റെ അല്ലെങ്കിൽ ഔദ്യോഗിക സിറിയയുടെ ഭാഗമാക്കുമോ? ഭസ്മാസുരന് വരം കൊടുക്കുക എന്നൊരു സങ്കല്പമുണ്ട്. HTSന് ഇപ്പോൾ അങ്ങനെ ഒരു വരം കൊടുത്താൽ അവരിപ്പോൾ നല്ല ആടുകളാണ്. എപ്പോഴാണ് മുട്ടനാടുകളായി മാറുന്നത്, കറുത്ത ആടുകളായിട്ട് മാറുന്നതെന്ന് അറിയാനാവില്ല. അതുകൊണ്ട് HTSന് തൽക്കാലം പിടിച്ചെടുത്ത മേഖലകൾ കൈവശം വെക്കാമെന്നല്ലാതെ പുതിയ മേഖലകളിലേക്ക് കടന്നു കയറാനോ ആയുധങ്ങളുടെ നിയന്ത്രണം ഏകപക്ഷീയമായി കൈയടക്കാനോ സാധിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. ഇനി സോയ്മോൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. ഇവിടെ ഡമാസ്കസിനും ബെയ്റൂട്ടിനും ഇടയിലുള്ള ഹൈവേ അതിപ്പോഴും ഗതാഗത യോഗ്യം തന്നെയാണ്. പക്ഷേ ആ ഹൈവേയുടെ ഇരുപുറത്തും വടക്കൻ മേഖലയിലും തെക്കൻ മേഖലയിലും തന്ത്രപ്രധാനമായ ഒരുപാട് മേഖലകളുണ്ട്. ഈ മേഖലകളുടെ നിയന്ത്രണം ആർക്കാണോ അവരായിരിക്കും ഭാവിയിൽ ലെബനനിലെ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ പോകുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ആ പ്രദേശം. ആ പ്രദേശത്ത് കൂടി തന്നെയാണ് ഒന്നുകിൽ അവിടെ ആയുധങ്ങളുടെ കൂമ്പാരം ശേഖരിച്ച് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രദേശം കടന്നാണ് ഹിസ്ബുള്ളയുടെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തേണ്ടത്.
ഹിസ്ബുള്ളയെ പൂർണ്ണമായി പരാജയപ്പെടുത്താനായിട്ടില്ല. ഹിസ്ബുള്ള ഇപ്പോഴും എലൈവാണ്. ഹമാസ് ഏതാണ്ട് പൂർണ്ണമായി നിഷ്കാസിതമായി എന്ന് വേണമെങ്കിൽ കരുതാം, അത് ഗസയിൽ. അതേസമയം ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി കുറഞ്ഞു എന്നത് വാസ്തവമാണ്. പക്ഷേ അവരുടെ രഹസ്യ സങ്കേതങ്ങൾ ഉണ്ടാകും. ഭാവിയിലാണെങ്കിലും റീഗ്രൂപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനവർക്ക് പുറത്തുനിന്ന് അവസരം കിട്ടും. രണ്ട് രീതിയിലാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വരുന്നത്. ഒന്ന്, കടലിലൂടെ എത്തും. കടലിലൂടെ എത്തുന്നത് തടയുന്നത്, സിറിയയിലേക്ക് കടന്നു വരുന്നത് തടയാൻ വേണ്ടിയാണ് നാവിക താവളങ്ങൾ ആക്രമിച്ചത്. ഒരുപക്ഷെ അത് വിജയകരമായ ഒരു ഫോർമുലയാണ്. പക്ഷെ കരയിലൂടെ കടന്നു വരുന്ന ആയുധങ്ങൾ തടയണമെങ്കിൽ ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ഇസ്രയേലിൻ്റെ കൈവശം വന്നാലേ പറ്റൂ. ഗോലാൻ കുന്ന് തീർച്ചയായും ഈ പറയുന്ന ഹെർമോൺ കുന്ന് ഉയരമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് തന്ത്രപ്രധാനമായ സ്ഥലമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആക്രമണത്തിൽ നമ്മുടെ അതിർവരമ്പ നിശ്ചയിക്കുന്നത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയും, LAC. ആ LAC എന്ന് പറയുന്നത് എപ്പോഴും ഉയർന്ന പ്രതലമാണെങ്കിൽ ചുറ്റുപാടുകളും വീക്ഷിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകും. നമ്മൾ നോക്കൂ, കാശ്മീരിൽ കാർഗിൽ യുദ്ധം വിജയിച്ചതിന് ശേഷം നമ്മൾ നിലനിർത്തിയിരുന്ന ഭാഗം ഏതാനും ഭാഗങ്ങൾ വിട്ടു. എന്നാൽ മെറ്റാലിക് ഡ്രാഫ്റ്റ് സെക്ടേഴ്സിൽ ഉയരമുള്ള മലനിരകളിൽ ഇന്ത്യൻ സൈന്യത്തിന് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും ഒരു സാഹസത്തിന് മുതിരാത്തത്. അപ്പം ഇതുപോലെയുള്ള ഒരു തന്ത്രപ്രധാന മേഖലയായ ഹെർമോൺ പർവ്വതം ബൈബിളിൽ പറയുന്ന സ്ഥലമാണ്. ഏറെ പരാമർശങ്ങളുള്ളതാണ്. ഇവിടെ പല സ്ഥാപനങ്ങൾക്കും ഒക്കെ പേരുകളുണ്ട്. കേരളത്തിൽ തന്നെ ക്രൈസ്തവരുടെ ഒരു പ്രിയപ്പെട്ട പേരാണ് ഹെർമോൻ. ഹെർമോൻ എന്ന പേരിൽ ബിഷപ്പ് ഹൗസുകളുണ്ട്, അരമനകളുണ്ട്, ഭവനങ്ങളുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥലം ഇസ്രയേലിന് പ്രിയപ്പെട്ടതാണ്. അത് കൈവശപ്പെടുത്താൻ കിട്ടിയ ഏർലിയസ്റ്റ് ഒക്കേഷൻ ഉപയോഗിച്ചു എന്ന് വേണേൽ കാണാം. അതുകൊണ്ട് നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് മെച്ചം എന്ന് പറയുന്നത് പോലെ സ്ട്രാറ്റജിക് കാര്യവും വൈകാരികമായ കാര്യവും ഇസ്രയേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസിയും സ്വയം സംശയിക്കേണ്ട. ഇസ്രയേൽ ഈസ് ഓൺ ഫോർ എൻ എക്സ്പാൻഷനിസ്റ്റ് ഡ്രൈവ്. ഇപ്പോൾ പിടിച്ചെടുക്കുന്ന ഭാഗം ഇനി ഒരു കരാർ കൊണ്ടും തിരിച്ചു കൊടുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിന്റെ കൈവശമുള്ള ഭൂമി എന്നേക്കുമായി ഇനി ഇസ്രായേലിന്റെ കൈവശമുണ്ട്. ഇസ്രായേൽ അത് അവർ ആഗ്രഹിച്ചതാണ്. കാരണം 67 യുദ്ധത്തിൽ പിടിച്ചെടുത്തതും കുറേയൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നു. ഈജിപ്തുമായി ഉള്ള കരാറിൽ ഭീമമായ ഭൂമിയാണ് വിട്ടുകൊടുത്തത്. സൂയസ് കനാലിന് മുഴുവൻ പ്രദേശവും ആ പ്രദേശം കൂടി ഇസ്രായേലിന് കൈവശം വെക്കാൻ കഴിഞ്ഞെങ്കിൽ നെജവ് ഡെസേർട്ടിൻ്റെയും സീനായ് മരുഭൂമിയുടെയും പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേലിനായിരുന്നു എങ്കിൽ ഏഷ്യൻ വൻകരയിലേക്ക് ഈജിപ്തിന് കടന്നു വരാനേ ആവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് മലർവാടിയാക്കി ആ മരുഭൂമി മാറ്റിയെടുക്കാനുള്ള സാങ്കേതികവിദ്യ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്നൊരു സമ്മർദ്ദത്തിന് 73 യുദ്ധത്തിന് ശേഷം വലിയ തോതിൽ ഭൂമി വിട്ടുകൊടുത്തു. അത് സ്വന്തം അസ്തിത്വം മറ്റു രാഷ്ട്രങ്ങൾ അംഗീകരിക്കണം എന്നൊരൊറ്റ വ്യവസ്ഥയിൽ ഈ ആ ഒരു വ്യവസ്ഥ നേടി 73 ശേഷം ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു, 50-60 വർഷം. അത്രയും വർഷത്തിന് ശേഷം റീഗ്രൂപ്പ് ചെയ്യുകയാണ് ഇസ്രായേൽ. സുരക്ഷാ പാരഡൈംസ്, ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈംസ് ഹാവ് അണ്ടർഗോൺ എ റാഡിക്കൽ ചേഞ്ച്. ഇസ്രായേലിൻ്റെ മാധ്യമങ്ങളും ഇസ്രായേൽ ചരിത്രകാരന്മാരും ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന 6 ദിന യുദ്ധത്തോടാണ് ഈ 48 മണിക്കൂർ ഇസ്രായേൽ നടത്തിയ അസാധാരണമായ ഈ ആക്രമണത്തെ അവർ 6 ദിന യുദ്ധത്തോടാണ് ഉപമിക്കുന്നത്. അതെ, 480-ലധികം സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു. നേവൽ ബേസുകൾ, വ്യോമകേന്ദ്രങ്ങൾ, ലഡാക്കിയ റഷ്യൻ വ്യോമകേന്ദ്രത്തിനടുത്തുള്ള ഔദ്യോഗിക സിറിയൻ ഭരണകൂടത്തിൻ്റെ നേവൽ ബേസ്, ഏകദേശം 15ഓളം പടക്കപ്പലുകൾ അവർ ആക്രമിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ അതിശക്തമായ ഒരു ആക്രമണമുന്ന സിറിയയിലേക്ക് തിരിച്ചുവെച്ച ഇസ്രയേൽ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ അവർ നേരത്തെ നടത്തി എന്ന് വേണ്ട അനുമാനിക്കാൻ. ബാഷർ അൽ അസദ് വീഴുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഗോലാൻ കുന്നിലേക്ക് വൻതോതിൽ സേന മുന്നോട്ട് നീങ്ങിയതും ഗോലാൻ കുന്നിൻ്റെ അതിർത്തി ക്രമീകരിക്കാനായി ബുൾഡോസറുകളൊക്കെ വളരെ ശക്തമായി നിരനിരയായി അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ ആക്രമണത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ആക്രമണങ്ങളുടെ തിരയിളക്കമെന്നാണ്. ഓരോ തിര പോലെയും ഫോർജെറ്റുകൾ മുന്നോട്ട് കുതിച്ച് ശത്രു എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ ശത്രുക്കളുടെ കയ്യിൽ ഇത്തരം ആയുധശേഖരം എത്താതിരിക്കാൻ മുൻകൂട്ടിയുള്ള ആക്രമണം. ഇതുവഴി ഇസ്രായേൽ എത്തുന്നത് മറ്റൊരു തലത്തിലേക്കല്ലേ. ലെബനനിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ മുനയൊടിച്ചു.
ഇറാഖ് അമേരിക്കയുടെ നേതൃത്വത്തിലാണെങ്കിലും ISIS-നെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാഖിലെ ആക്രമണം ഒരു അറബ് രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിനുള്ള ഭീഷണി അവിടെ നിന്ന് ഗണ്യമായി കുറച്ചു. ഇപ്പോഴിതാ സിറിയയും നിർവീര്യമായിരിക്കുന്നു. ഈജിപ്തും ജോർദാനുമൊക്കെ വളരെ തന്ത്രപരമായി ഇസ്രായേലിനൊപ്പം നേരത്തെ തന്നെ ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമുക്ക് മുന്നിലുണ്ട്. സോയ്മോൻ, പ്രവചനാതീതമായ ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു പ്രവചനാതീതമായ സ്വഭാവമാണ് ഇസ്രായേൽ എന്ന മഹാത്ഭുതത്തെ ലോകത്തിൽ നിലനിർത്തുന്നത്. 1942 രൂപീകരിക്കപ്പെട്ട് എല്ലാ പ്രതിസന്ധികളോടും പടവെട്ടി തന്ത്രപ്രധാനമായ ലിങ്കേജുകൾ സ്ഥാപിച്ചുകൊണ്ട് റൈറ്റ് ടൈം, ദ റൈറ്റ് ഫ്രണ്ട്, ദ റൈറ്റ് ആക്ഷൻ, സംടൈംസ് പ്രീ എംപ്റ്റീവ് ആക്ഷൻ, ഇതാണ് ഇസ്രായേൽ. അത് ഒരിക്കൽ കൂടി ദൃഢമായി വിശ്വസിക്കാൻ തക്ക കാരണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രീ എംപ്റ്റീവ്നെസ് എന്ന് പറയുന്നത്, അതായത് ശത്രു കയറി ആക്രമിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ആക്രമണ ലക്ഷ്യം, ആക്രമണ സാധ്യത മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് ശത്രുവിൻ്റെ താവളങ്ങളിൽ അങ്ങോട്ട് കടന്നു കയറി ആക്രമിക്കുന്ന തന്ത്രത്തിനാണല്ലോ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അത് മുൻകാലങ്ങളിൽ പല സമയത്ത് സംഭവിച്ചു. ആണവ നിലയങ്ങൾക്കെതിരെ, ഇറാഖിൻ്റെ ആണവ നിലയത്തിനെതിരെ ഒസ്റിസ് പ്ലാന്റ് ആക്രമിച്ചപ്പോൾ അവർക്കറിയാം, എന്തെങ്കിലും ആണവായുധങ്ങൾ ഇറാഖിൻ്റെ സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ സർവനാശമായിരിക്കും ഫലം. ഇപ്പോഴതാ ഇറാനിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ആണവ പോർമുനകളുടെ ആ ഒരു കൂട്ടിയോജിപ്പിക്കുന്ന ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ടെക്നോ സെൻറ്റേഴ്സ് അത് വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെ ഭാവിയിൽ വരാൻ പോകുന്ന സാധ്യതകൾ, ആക്രമണ സാധ്യതകൾ മുൻകൂട്ടി അറിഞ്ഞ് സർജിക്കൽ പ്രിസിഷൻ സ്ട്രൈക്ക്. ഇവിടെ ഒരു കാർപ്പറ്റ് ബോംബിംഗ് അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, പ്രിസൈസ് ബോംബിംഗ് ആണ്. സെലക്ട് ചെയ്ത ടാർഗറ്റ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സെലക്ട് ചെയ്ത ടാർഗറ്റ്സാണ്. ഇത് വരുമെന്ന് അറിയാം. ഇതിന് പറയുന്നത് കാട്ടിലെ ബുദ്ധി ഇതാണ്. അതായത് കാട്ടിൽ ചില മൃഗങ്ങൾ പ്രായമായി അവശതയിലായി ആടി നടക്കും. ആ സമയം അറിയാം, ചെന്നായ്ക്കൾക്കും കുറുനരികൾക്കും അറിയാം, വീണ് കഴിഞ്ഞാൽ എൻ്റെ ഭക്ഷണമാണ് എന്ന മുൻകൂട്ടിയുള്ള അറിവാണ്. സിംഹവരെ പിടിക്കുന്ന പോലെ അല്ലത്. ഇത് വളരെ തന്ത്രപരമായൊരു നീക്കത്തിലൂടെ സിറിയയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ആ സംഭവിക്കാനുള്ള എല്ലാ ഒത്താശകളും ഇസ്രായേൽ ചെയ്തു കൊടുത്തു. സംഭവിക്കുന്ന ആ നിമിഷം ഇസ്രായേൽ ഈസ് റെഡി വിത്ത് എ പ്ലാൻ. ആ പ്ലാൻ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് ഓൾവേസ് എ പ്ലാൻ ബി. റഷ്യക്ക് ഇല്ലാതെ പോയത് അങ്ങനെ ഒരു പ്ലാൻ ബി ആണ്. ഇറാൻ ഇല്ലാതെ പോയത് അങ്ങനെ ഒരു പ്ലാൻ ബി ആണ്. ഇങ്ങനെ സംഭവിച്ചാൽ വാട്ട് നെക്സ്റ്റ് എന്നത് റഷ്യയുടെ നിഘണ്ടുവിൽ ഇല്ലാതെ പോയി. ഇങ്ങനെ HTS കയറി അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇറാനൊരു പ്ലാൻ ബി ഇല്ലാതെ പോയി. ഇസ്രായേലിന് പ്ലാൻ എയും ബിയും സിയും ഉണ്ട് എന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇസ്രായേലിൻ്റെ മറ്റ് ചില അത്ഭുത ആക്രമണങ്ങളെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് ദേർ അൽ സോറിലെ ആയുധശേഖരം, വലിയ തോതിൽ അന്ന് ഔദ്യോഗിക സിറിയൻ സേനയ്ക്ക് ആയുധശേഖരങ്ങൾ അത് പറയുന്നത് കിലോമീറ്ററുകളോളം നീളുന്ന ആയുധപ്പുരയെന്നാണ്. ദേർ അൽ സോറിൽ നടത്തിയ രൂക്ഷമായ ഒരു ബോംബാക്രമണം, തൊട്ടിപ്പുറത്ത് അലപ്പോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാസായുധ ഫാക്ടറി ഉണ്ട് എന്ന് സംശയിക്കുന്ന മേഖല, അലപ്പോ HTSന്റെ കയ്യിൽ അകപ്പെട്ട് നിൽക്കുന്ന അതേ അവസരത്തിൽ ഇസ്രായേൽ അലപ്പോ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു. തൊട്ടപ്പുറത്ത് അപ്പോഴും സോറിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ നമ്മൾ കരുതിയില്ല അവിടെ മറ്റെന്തെങ്കിലും ഒരു നീക്കത്തിനുള്ള സാഹചര്യമുണ്ടെന്ന്. പക്ഷേ തൊട്ടു പിന്നാലെ സിറിയൻ നാഷണൽ ആർമി ആ പ്രവിശ്യയിലേക്ക് ഇരച്ചു കയറുന്നതും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ പരാജയപ്പെടുത്തുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരം വിമത ശക്തികളുടെ കയ്യിൽ ആയുധങ്ങൾ അകപ്പെടരുത് എന്ന് കാലേക്കൂട്ടി കാണാനുള്ളൊരു കഴിവ്, അത് സോയ്മോൻ, ഈ സങ്കീർണ ഇതിപ്പം നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ അതീതമാണ് സിറിയയുടെ വൈവിധ്യം. സിറിയയുടെ മിലിഷ്യകളുടെ ഒരു വൈവിധ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയും ഒരു 5-6 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ, അങ്ങനെയൊന്നുമല്ല, 60,000 ഗ്രൂപ്പുകൾ ഉണ്ടാകും. അതുപോലെ 55ഓളം വിമത സഖ്യങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത്. അത്രയും വിമത സഖ്യങ്ങളുണ്ട്. ഇത് ഓരോ, പക്ഷേ അതിലെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കീഴിൽ തന്നെ 11ഓളം ഉപവിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ഈ സങ്കീർണത ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. ഇതിലാരെപ്പോൾ എങ്ങോട്ട് തിരിയുന്നു എന്നത് ഇസ്രായേലിൻ്റെ രഹസ്യചാര കണ്ണുകൾ, മൊസാദിൻ്റെ കണ്ണുകൾ മനസ്സിലാക്കുന്നു. ആ സ്റ്റഡിയുടെ കാര്യങ്ങൾ, ഇത് കാടടച്ച് വെടിവെക്കുക എന്നതല്ല. ആ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആരെയും നമ്പാനാവില്ല. ആകെ നമ്പാനാവുന്നത്
ടൽഫിലുള്ള അമേരിക്കൻ സൈന്യങ്ങളെ, ടാൻഫിലുള്ള ഫ്രീ സിറിയൻ ആർമിയെ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും നൻപാനാവൂ. അത് മാത്രമല്ല അമേരിക്കൻ സൈന്യങ്ങൾ 900 ട്രൂപ്പുകളുണ്ട്, അവരെ വേണമെങ്കിൽ ആശ്രയിക്കാം. കാരണം എക്കാലത്തും അമേരിക്കയുടെ ഒരു തണലിലാണ്. മറ്റു ഗ്രൂപ്പുകൾ തരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയും ഈ HTS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു രീതിയിലും സിറിയയും ദീർഘകാലത്തേക്ക് ടർക്കിയുമായി ബന്ധം സ്ഥാപിക്കാനാവില്ല. തൽക്കാലത്തേക്ക് അവർ ടർക്കിയിൽ നിന്നും സഹായം സ്വീകരിക്കുന്നു. അതുപോലെ കുർദുകളും HTSും തമ്മിൽ ഒരിക്കലും ആത്യന്തികമായി ചേരില്ല എന്ന് നന്നായി അറിയാവുന്ന വിഭാഗമാണ് ഇസ്രായേൽ. അതുകൊണ്ട് പരസ്പരം ഒരുമിച്ച് ഇസ്രായേലിനെതിരെ ഈ ഗ്രൂപ്പുകൾ നീങ്ങാതിരിക്കാൻ കീപ് ദി എനിമി ഡിവൈഡഡ്. ഒന്ന്, ഐഡൻറ്റിഫൈ ദ എനിമി. They have correctly identified that almost all Islamic groups in Syria are against Israel. അത് മനസ്സിലാക്കി. അല്ലാതെ തൽക്കാലത്തേക്ക് ഉപയോഗിച്ച് അവരെന്നും സുഹൃത്തുക്കളായിരിക്കും എന്ന ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഉഗ്രമായൊരു തീരുമാനമാണ്. അവരുടെ കയ്യിൽ ഒരു കാരണവശാലും സിറിയയുടെ ആയുധങ്ങൾ എത്താൻ പാടില്ല. തൊണ്ടി മുതൽ എന്നൊരു കാര്യമില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. തൊണ്ടി മുതൽ പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നശിപ്പിച്ചേക്കാം. അല്ല എങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഇത് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് അവിടെ വെച്ച് മുളയിലേ ഞുള്ളുക എന്ന തന്ത്രമാണ്. കരയിൽ ആയുധങ്ങൾ അവശേഷിപ്പിക്കാതിരുന്നാൽ ഇസ്രായേലിന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റും. ഈ മൊസാദിന്റെ തലവന്മാർ ഓരോരുത്തരും സ്ഥാനമൊഴിഞ്ഞ് അടുത്തയാളിൽ അധികാരമേൽക്കുമ്പോൾ അവർ നടത്തുന്നൊരു പ്രസംഗമുണ്ട്. എൻ്റെ ഉത്തരവാദിത്വം ഞാൻ പാലിച്ചു, അടുത്ത 13 വർഷത്തേക്ക് ഇസ്രായേൽ സുരക്ഷിതമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകി ഈ ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കുന്നുവെന്നാണ്. ഓരോ 13 വർഷവും മുൻകൂട്ടി വളരെ അഡ്വാൻസ്ഡായി ഒരു രാജ്യത്തെ സുരക്ഷിതമാക്കി നിർത്തുക, അതൊരു വലിയ ഒരു വിഭാവനമല്ലേ? ഇത് ഭാവി കണ്ടുള്ള, അതായത് വെൻ യു ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഓൾ ഓഡ്സ് വളരെ പ്രധാനമാണ്. കാരണം 13 വർഷങ്ങൾക്ക് ശേഷമുള്ള യുദ്ധമാണ് ഓരോ ദിവസവും ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. They live in the future. They think far beyond the immediate future. അതാണ് ഇസ്രായേലിൽ ഒരു ചിന്തയുണ്ട്. ഈ ജൂബിലി എന്ന് നമ്മൾ പറയുമല്ലോ, ജൂബിലേഷൻ. 7 വർഷം ആണ് ഒരു ജൂബിലി, ഒരു റൗണ്ട്, ഒരു സർക്കിൾ. 7 വർഷം കഴിയുമ്പോൾ ഒരു ജൂബിലി പീരീഡായി. ഇപ്പം നമ്മൾ പറയുന്ന ഗോൾഡൻ ജൂബിലി, സിൽവർ ജൂബിലി, ഡയമണ്ട് ജൂബിലി ആ രീതിയിലല്ല, 25, 50, 75, 100 എന്നുള്ളതല്ല. 7 വർഷം കഴിയുമ്പോൾ എല്ലാ കടങ്ങളും എഴുത്തള്ളും. ഈ കടങ്ങളെന്ന് പറയുന്നത് തീർക്കാനുള്ള ചില കടങ്ങളുണ്ട്, കൊടുത്ത് തീർക്കാനുള്ള ചില കടങ്ങളുണ്ട്. അത് കൊടുത്തേ തീരും. അത് മുൻകൂട്ടി തീരുമാനിച്ച് വെക്കും. ആ നിക്ഷേപം ഉണ്ടാവണം സൈന്യത്തിൻ്റെ രൂപത്തിലും തന്ത്രത്തിൻ്റെ രൂപത്തിലും ഈ ലോജിസ്റ്റിക്സിൻ്റെ രൂപത്തിലും. ആ നിക്ഷേപം ഇസ്രായേൽ മുൻകൂട്ടി കരുതി വെക്കും. അതുകൊണ്ടാണ് ഈ തീർക്കാനുള്ളത് സമയാസമയങ്ങളിൽ തീർത്തങ്ങ് പോവുക എന്ന ചിന്തയാണ്. വരാനുള്ളത് പിന്നീട് വരട്ടെ എന്നുള്ളതാണ്. അത് വരും, അന്നേരം ലോകം മറിയുമെന്നുള്ളതിനെക്കുറിച്ചും സ്റ്റഡിയുണ്ട്. അതായത് ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈജിപ്റ്റ് പോലൊരു രാജ്യം ഇസ്രായേലിന് സുഹൃത്ത് രാജ്യമായി മാറുന്നത്? സൗദി അറേബ്യയുമായിട്ട് അത്ര നല്ല സുഹൃത്ത് വന്ന ജോർദാൻ കമാന്നലക്ഷം ഏറ്റവും അടുത്ത് കിടക്കുന്നത് ജോർദാനാണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്, കിഴക്കൻ അതിർത്തി പങ്കിടുന്നത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈ റിവർ ജോർദാന്റെ പടിഞ്ഞാറൻ തീരമാണ് വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ തീരമാണ് ജോർദാൻ എന്ന രാജ്യം. അപ്പം ഇത്രയും അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം എങ്ങനെയാണ് അത്രയും സുഹൃത്ത് രാജ്യമാകുന്നത്? അത് വെറുതെ പേടിപ്പിച്ചിട്ടൊന്നുമല്ല. ഇൻട്രസ്റ്റ് ആർ കൺവേർജിങ്. അറബി നാടുകൾ ആരാണ് ഇസ്രായേലിനെ എതിർക്കുന്നത്? യഥാർത്ഥത്തിൽ തത്വത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു ചെറിയ പങ്ക്, അറബ് ജനങ്ങളുടെ ഒരു പങ്ക് മതപരമായ പല കാരണങ്ങളാൽ ഇസ്രായേലിന് എതിരായിരിക്കാം. അത് ഇന്ത്യയിലും കേരളത്തിൽ തന്നെ ഇസ്രായേൽ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു മതപരമായ ഒരു കാര്യമായി ചിലരെങ്കിലും കരുതുന്നു. പക്ഷേ തന്ത്രപരമായ രാജ്യത്തിനും അതിൻ്റെ ഭരണാധികാരികൾക്കും അറിയാം, ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ആത്യന്തികമായ ശത്രു വെളിയിലാണ്. ഇറാൻ കുറച്ചുകൂടെ ശത്രുവാണ്. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഷിയ രാജ്യമായ ഇറാനാണ് ആത്യന്തികമായ എനിമി. അവർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നതും ഷിയാകളുടെ കയ്യിൽ നിന്നാണ്. അത് സംരക്ഷിച്ച് നിർത്താൻ ഇസ്രായേൽ കൂടി വേണമെന്ന ചിന്ത എല്ലാ അറബി സുന്നി രാജ്യങ്ങൾക്കും ഉണ്ട്. അത് തുറന്ന് പറയാനുള്ള ധൈര്യം പലരും കാണിക്കാറില്ല. ഭീരുത്വം കൊണ്ട് പലപ്പോഴും പലരും പറയും. എർദോഗാന് പോലും അറിയാമല്ലോ, ടർക്കിഷ് നേതാവ് എർദോഗാന് പോലും അറിയാം ഇസ്രായേലിൻ്റെ പ്രാധാന്യം അറിയാം. അവർക്ക് പരസ്യമായി ഇസ്രായേലിനെ എതിർത്ത് പറയും, പക്ഷേ രഹസ്യമായി ഇടപാടുകളും ഉണ്ടവിടെ. സിറിയൻ മേഖലയിൽ നിന്ന് നമുക്കറിയാം ഹിസ്ബുള്ളയുടെ നേർക്ക് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുമ്പോൾ സിറിയൻ മേഖലയിൽ നിന്ന് ചില മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി. അതിനവർ ശക്തമായ തലത്തിൽ തിരിച്ചടിയും നൽകിയിരുന്നു. ഇപ്പോൾ സിറിയയുടെ സമ്പൂർണ്ണ പതനം
അത് ഒരു ഇസ്രയേൽ സൃഷ്ടി എന്ന് പറഞ്ഞു വെക്കേണ്ടി വരില്ലേ? ഇറാനെതിരെയുള്ള ഇസ്രയേലിൻ്റെ യുദ്ധം, മറുവശത്ത് ഇറാൻ പ്രോക്സികളെ ഓരോന്നായി തകർക്കുന്ന ഇസ്രയേലിൻ്റെ തന്ത്രം, ഹമാസും ഹിസ്ബുള്ളയും, സിറിയയിലെ കത്തേബ് ഹിസ്ബുള്ളയും ഇറാഖിലെ ഷിയ മിലിഷ്യകളുമൊക്കെ കാര്യമായ പ്രഹരമേറ്റ നാളുകളായിരുന്നു കഴിഞ്ഞുപോയത്. അപ്പോൾ കൃത്യമായ ഒരു കണക്കുകൂട്ടൽ ഇസ്രയേലിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ. ശരിയല്ലേ? യഥാർത്ഥത്തിൽ ശരിയാണ്, കണക്കുകൂട്ടലെന്ന് തന്നെ പറയേണ്ടി വരും അതിന്. അതായത് ഈ ഇസ്രയേലിൻ്റെ നാലുപാടും ചിതറി നിന്ന ഇറാൻ അനുകൂല വിമത വിഭാഗങ്ങൾ അല്ലെങ്കിൽ മിലിഷ്യകൾ ഓരോന്നോരോന്നായി കൈകാര്യം ചെയ്ത് പോവുകയാണ്. ഫിനിഷ് ചെയ്യാവുന്നവനെ ഫിനിഷ് ചെയ്തും ഒരു മയപ്പെടുത്തിയെടുക്കാവുന്നതിനെ മയപ്പെടുത്തിയെടുത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ എന്ന ആത്യന്തികമായ ഒരു സിവിലൈസേഷണൽ എനിമി എന്ന് ഞാൻ പറയും. യഥാർത്ഥത്തിൽ ഇറാൻ ഇതിനകത്ത് കാര്യമായ ഒരു എതിർപ്പുണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ഇറാനുമായി അതിർത്തി പങ്കിടാത്ത ഇസ്രയേലുമായി എന്ത് വിരോധമാണ് ഇറാൻ ഉണ്ടാകേണ്ടത്? യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കാണ്, തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങൾക്ക് തന്നെയാണ് ഇസ്രയേലിനുമായി സ്വാഭാവികമായ ശത്രുത ഉണ്ടാകേണ്ടത്. പക്ഷേ അതൊക്കെ വെളിയിൽ കിടക്കുന്ന ഇറാനാണ് ഈ ശത്രുവായി ഇപ്പോൾ സ്വയം അവരോധിതനായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മേഖലയിലെല്ലാം, അറബി മേഖലയിലെല്ലാം തന്നെ ഏതാണ്ട് എല്ലാ രാജ്യത്തും ഇറാൻ്റെ സ്വാധീന മേഖലയുണ്ട്. അതാണല്ലോ ഈ ഹൂതികൾ, യമനിലെ ഹൂതികൾ. അവർ ഷിയ സായുധ ഒരു ട്രൈബൽ സംഘമാണ്. അവരും അമേരിക്ക വിരുദ്ധ, ഇസ്രയേൽ വിരുദ്ധ നിലപാട്. ഹിസ്ബുള്ള ലെബനനിൽ, അവരും ഷിയ സംഘമാണ്. അവരും അമേരിക്ക വിരുദ്ധ, ഇസ്രയേൽ വിരുദ്ധ നിലപാട്. അതുപോലെ ഹമാസ് ഷിയ സംഘമല്ല, അവർ സുന്നികളാണ് പ്രധാനമായും. പക്ഷേ അവർ ഇസ്രായേലിനെതിരെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അതുപോലെയാണ് സിറിയയിലും ഇറാഖിലുമുള്ള ഷിയ മിലിഷ്യകൾ. ഇതെല്ലാം ചേരുമ്പോൾ എല്ലാമായി എന്ന ഇറാന്റെ അഹങ്കാരത്തിനേറ്റ പ്രഹരമാണ് ഇത്. ഇതെല്ലാം ഉണ്ടായിട്ട് എന്തായി? ചില ക്രോണോളജി, ഒരു ഉദാഹരണത്തിന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ ഒരു പ്രസ്താവന നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് ആ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് ഒരാഴ്ച മുൻപായിരുന്നു. അന്ന് ഹിസ്ബുള്ളയുടെ നേർക്ക് ചില മുന്നറിയിപ്പുകൾ ഇസ്രായേൽ നടത്തിയപ്പോൾ, ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ച് തകർക്കാൻ ശക്തിയുള്ളവരാണ്, ഹിസ്ബുള്ളയും അവരുടെ സഖ്യ ശക്തികളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ ഇസ്രായേൽ ഉണ്ടാകില്ല എന്ന് ഖമനേയി പറയുന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പേജറുകളും വാക്കി ടോക്കികളുമൊക്കെ പൊട്ടിത്തെറിക്കുന്ന സംഭവമാണ്. അപ്പോഴും ഖമനേയി പറഞ്ഞു, ഹിസ്ബുള്ളക്കെതിരെയുള്ള ഈ ആക്രമണം തീക്കളിയാണ്, ഇസ്രായേൽ എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്നു, അതിനുള്ള ശക്തി ഹിസ്ബുള്ളയുണ്ട്, ഹിസ്ബുള്ള ഒറ്റയ്ക്കല്ല. പിന്നീട് ലോകം കേൾക്കുന്ന ഹസൻ നസ്രുള്ളയുടെ വധമാണ്. അതിന് മറുപടി കൊടുത്ത് നസ്രുള്ളയുടെ വധത്തിലൂടെയാണ്. ഹസൻ നസ്രുള്ളയെ വധിച്ചപ്പോഴും ഖമനേയി വിട്ടുകൊടുത്തില്ല. ഖമനേയി പറഞ്ഞു, ഈ യുദ്ധത്തിലേക്ക് ഞങ്ങൾ നേരിട്ട് കടക്കും, ഹസൻ നസ്രുള്ളയുടെ ഈ വധത്തിന് ഞങ്ങൾ മറുപടി ചോദിക്കും. പിന്നീട് ഇസ്രയേൽ തങ്ങളുടെ ആക്രമണം രൂക്ഷമാക്കുന്നു. ഹിസ്ബുള്ളയുടെ നേർക്ക് സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ തുടരുന്നു. ഇതിനിടയിൽ ഇറാൻ പൂർണ്ണ നിർവീര്യമാകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന മറ്റ് ചില സംഭവങ്ങൾ, ഹമാസിൻ്റെ യഹ്യ സിൻവർ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നു. ഇടയ്ക്ക് ഹൂതികളുടെ നേർക്ക് അതിശക്തമായ ആക്രമണം, ടെഹ്റാന് നേർക്ക് അതിരൂക്ഷമായ ആക്രമണം. ആക്രമണത്തിലൊക്കെ അന്ന് സിറിയയിലെ റഡാർ കേന്ദ്രങ്ങളും ഇറാഖിലെ റഡാർ കേന്ദ്രങ്ങളും തങ്ങളുടെ ആക്രമണ പാത തെളിയിച്ചുകൊണ്ടാണ് അന്ന് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അപ്പോൾ കൃത്യമായ ഒരു ആക്രമണ പദ്ധതി, യുദ്ധതന്ത്രം, ഇറാനെ മുട്ടുകുത്തിക്കും എന്ന നെതന്യാഹു ആദ്യത്തെ വെല്ലുവിളി ഉയർത്തിയത് പൂർണ്ണമായും ഇപ്പോൾ ശരിവെക്കേണ്ടി വരുന്നു ലോകത്തിനും. ഇവിടെ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ മധ്യപൗരസ്യ പ്രദേശത്ത് നടന്നത്. ഒന്ന് ഇറാൻ എഞ്ചിനീയർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മറുപക്ഷത്തെ ഇസ്രയേലിൻ്റെ പദ്ധതി. ഇറാൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ കിങ്കരന്മാരെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഹൂതികൾ എന്ന കിങ്കരന്മാരെ, ഹമാസ് എന്ന കിങ്കരന്മാരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളകളെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യ റൗണ്ടിൽ പരമാവധി ശത്രുവിനെ പ്രഹരിച്ച് ദുർബലനാക്കുക, എന്നിട്ട് വേണ്ടി വന്നാൽ നേരിട്ടടിക്കുക എന്ന പദ്ധതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ എ എന്ന പദ്ധതി. ആ പദ്ധതി ഫെയിൽ ചെയ്താൽ മറ്റൊന്നില്ല കൈവശം. അതേസമയം ഇസ്രയേലിൻ്റെ പദ്ധതി അങ്ങനെ ആയിരുന്നില്ല. ഇസ്രയേലിൻ്റെ പദ്ധതികൾ വളരെ സാവകാശം ഈ ഓരോ പ്രസ്താവനയും കഴിഞ്ഞ് കൃത്യമായി പറഞ്ഞാൽ, സ്വയം നേരത്തെ പറഞ്ഞ കുറേ പ്രസ്താവന സാഹിത്യമുണ്ടല്ലോ ഖൊമേനിയുടെ ഭാഗത്ത്. അയത്തുള്ള അലി ഖമനി, ഇറാൻ്റെ പരമോന്നത അധ്യക്ഷൻ, അതായത് പരമോന്നത നേതാവ്, ദ ഡി ഫാക്ടോ സോവറിൻ ഓഫ് ഇറാൻ, അയത്തുള്ള അലി ഖമേനി, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന
ഓരോ പ്രസ്താവനയ്ക്കും ശേഷം പ്രധാനപ്പെട്ട ഒരു ആക്രമണം ഉണ്ടായതായി കാണാം. അതായത് പ്രസ്താവന കൊണ്ടല്ല നേരിടുന്നത്, പ്രവൃത്തി കൊണ്ട് കായികമായി നേരിടുന്ന ഒരു കാര്യം. ഹസൻ നസ്രുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവൻ വധിക്കപ്പെടുന്നതിന് 2 ദിവസം മുൻപ് ഹസൻ നസ്രുള്ള അതിശക്തമായ പ്രസ്താവന നടത്തി. അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അതുമാത്രമല്ല, ഇറാൻ്റെ ഓരോ ആക്രമണവും സംഭവിച്ച് 2 ആക്രമണങ്ങളാണ് ഇറാൻ്റെ ഭാഗത്ത്. ആദ്യം 300ഓളം മിസൈലുകളും റോക്കറ്റുകളും അയക്കുന്നു. അതും ഏപ്രിൽ 2023 ഏപ്രിൽ 2024. പിന്നീട് ഒക്ടോബർ 1, 2024 ഈ 2 സമയങ്ങളിലായി നടന്ന ആക്രമണം. അപ്പോൾ 500ഓളം മിസൈലുകൾ ഇസ്രയേലിനെതിരെ, ആദ്യം 300, പിന്നീട് 200, 500ഓളം മിസൈലുകൾ ഇസ്രയേലിന് നേരെ പാഞ്ഞു. ഈ 2 ഭാഗത്തും ഇസ്രയേൽ പ്രകോപിപ്പിച്ച് ആക്രമിപ്പിക്കുകയായിരുന്നു. ഒന്ന്, ഡമാസ്കസിലെ ഇറാനിയൻ എംബസി ഇസ്രയേൽ ആക്രമിച്ചു. അവിടെ മരിച്ചു വീണത് ഡിപ്ലോമാറ്റ്സ് മാത്രമായിരുന്നില്ല, ഇറാൻ്റെ സൈന്യത്തിലെ അൽ-ഖുദ്സ് സൈന്യത്തിൻ്റെ ഉന്നത കമാൻഡർമാരുൾപ്പെടെ ആളുകളെ ഇസ്രയേൽ വകവരുത്തിയത് അവിടെ വെച്ചാണ്. അതൊരു പ്രകോപനം. അതിനുശേഷമുള്ള പ്രകോപനം കാര്യമായി ഏശിയില്ല എന്നുള്ളതാണ് ആദ്യ റൗണ്ട്. രണ്ടാമത് സംഭവിച്ചത് ഹസൻ നസ്രുള്ളയുടെ വധത്തെ തുടർന്ന് ഇറാന് രണ്ടാമതെയും ആക്രമണം നടത്തേണ്ടി വന്നു. പക്ഷെ നോക്കൂ, ഈ 2 ആക്രമണത്തിലും ഇസ്രയേലിൻ്റെ അൺആക്സെപ്റ്റബിൾ ഡാമേജസ് സൃഷ്ടിക്കാൻ ഇറാന് കഴിഞ്ഞില്ല. എന്നാൽ ഇനി തിരിച്ചു ചോദിക്കാം ആളുകൾ, എന്നാൽ ഇസ്രയേലിന് ഇറാൻ്റെ മേൽ അൺആക്സെപ്റ്റബിൾ ഡാമേജസ് നേരിട്ട് ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? പുറമേ അങ്ങനെയല്ല. പക്ഷേ ഇറാൻ്റെ ആക്രമണ ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ പ്രോക്സികളെ വെച്ചുള്ള വിലപേശൽ ഉൾപ്പെടെയുള്ള ആ ഒരു പദ്ധതിക്ക് പൂർണ്ണമായും ഏതാണ്ട് വിരാമമിടാൻ കഴിഞ്ഞു എന്നതാണ് സത്യം. അതായത് ഇറാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു 5 or 6 ഫിംഗേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഓരോന്നോരോന്നായി എലിമിനേറ്റഡായി ഇനിയും അവശേഷിക്കുന്നത് ഇറാൻ മാത്രമാണ്. അപ്പോൾ പിന്നെ ഈ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്ന ഇസ്രയേൽ ലെബനന് നേർക്ക് മാത്രമല്ല, ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ 180ഓളം ആക്രമണങ്ങൾ സിറിയ കേന്ദ്രീകരിച്ച് നടത്തി ആദ്യഘട്ടത്തിൽ. പിന്നീട് ദമാസ്കസ് കേന്ദ്രീകരിച്ച് അതിശക്തമായ ബോംബാക്രമണങ്ങൾ പലപ്പോഴും നടത്തി. അവിടെ സംഭവിച്ചത്, ആ കാലഘട്ടത്തിൽ നേരത്തെ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തമ്പടിച്ചിരുന്ന ഒരു മേഖലയാണ് ദമാസ്കസ്. അവിടെ നിന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇറാൻ പ്രതിനിധികളുമൊക്കെ ഒഴിഞ്ഞു നിന്നു പൂർണ്ണമായും. ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണങ്ങൾ തങ്ങളെ കൂടി ബാധിക്കുമോ എന്ന ഭയം ഉന്നത നേതൃത്വത്തിൽ വളരെ ശക്തമായിരുന്നു. അത്തരം മരണങ്ങളുണ്ടായാൽ അത് ഇറാൻ്റെ ഒരു തോൽവിയായി പരക്കെ പ്രഘോഷിക്കപ്പെടും എന്ന് ഖമനേയിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സൈനിക മേധാവികളെയും ഇറാൻ്റെ ശക്തിയെയും ഒക്കെ സിറിയയിൽ നിന്ന് പിൻവലിച്ച് നിർത്തി. അതും ഇപ്പോഴത്തെ ഈ ഒരു HTSന്റെ മുന്നേറ്റത്തിന് ആക്കക്കൂട്ടിയില്ലേ? തീർച്ചയായും ഇറാൻ്റെ സൈനിക സാന്നിധ്യം എക്കാലത്തും ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ വേണ്ട സമയത്ത് മാത്രം ഉണ്ടായില്ല എന്നതാണ് സത്യം. ഒന്നുകിൽ അത് ഇറാൻ മുൻകൂട്ടി കാണാനുള്ള വൈഭവം ഇറാൻ ഉണ്ടായി, ഇസ്രായേൽ തന്ത്രപൂർവ്വം, അല്ലെങ്കിൽ തന്ത്രപൂർവ്വം ഒരു മാറ്റി നിർത്തി. ഇറാൻ്റെ സൈന്യത്തിനുള്ളിൽ ഇസ്രയേലിന് നല്ല ഹോൾഡ് ഉണ്ട് എന്നതാണ് പിന്നാമ്പുറ സംസാരം. അതായത് ഇവിടെ ഇങ്ങനെ ഇറാൻ്റെ മണ്ണിൽ കയറി, ടെഹ്റാനിൽ കയറി, ഇവിടെ പിന്നെ ഹമാസിൻ്റെ തലവനെ ഇസ്മായിൽ ഹനിയയെ വധിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇതിനകത്ത് ഒറ്റുകാരുള്ളത് കൊണ്ടാണ്. ഇറാനുള്ളിൽ ഒറ്റുകാരുണ്ട്, അതേസമയം ഇസ്രയേലിനുള്ളിൽ അധികം ഒറ്റുകാരില്ല എന്നതുകൊണ്ടാണ് ഇസ്രയേലിന് നിലനിൽക്കാൻ കഴിയുന്നത്. അത് തീർച്ചയായും ഒറ്റുകാരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സീക്രട്ട് സർവീസിൻ്റെ ഒരു പവറാണ്, മൊസാദിൻ്റെ ഒരു പവറാണ്. അകത്ത ഒറ്റുകാരുണ്ടെങ്കിൽ അവരെ ആദ്യം മനസ്സിലാക്കി എലിമിനേറ്റ് ചെയ്യുക എന്ന ഇസ്രയേലിൻ്റെ പദ്ധതിയാണ്. അവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ഇറാഖ് സിറിയ അതിർത്തി കേന്ദ്രീകരിച്ച് വെടിനിർത്തലിന് തൊട്ട് മുൻപുള്ള 2 ദിവസം അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തി. ഇറാഖ് അതിർത്തി കടന്ന് സിറിയയിലേക്ക് ഇറാൻ്റെ സേനയ്ക്കോ ഇറാഖി മിലിഷ്യകൾക്കോ കടക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ച് ഒരു വശത്ത്, മറുവശത്ത് ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി ഇസ്രയേൽ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു ദമാസ്കസ് എയർപോർട്ടിനും ദമാസ്കസ് നഗരത്തിന് മുകളിൽ തങ്ങളുടെ വ്യോമ നിരീക്ഷണം ഉണ്ടാകുമെന്ന്. ഒരു കാരണവശാലും ഇറാനിൽ നിന്നുള്ള കാർഗോ വിമാനങ്ങളോ ആയുധ കൈമാറ്റങ്ങളോ സിറിയയിലേക്ക് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുവദിക്കില്ല എന്ന ശക്തമായ ഭീഷണി.
ഇതും ഒരു ആസൂത്രിത നീക്കം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. മറുവശത്ത് ലഡാക്കിയ വ്യോമകേന്ദ്രത്തിലേക്ക് റഷ്യൻ വിമാനങ്ങൾക്ക് വന്നിറങ്ങാനുള്ള ഒരു സൗകര്യം മാത്രമേ അസദിന് മുന്നിൽ ഒരു പ്രതീക്ഷയായുള്ളൂ. അസദും അവസാന ദിവസങ്ങളിൽ വല്ലാണ്ട് ഭയപ്പെട്ടിരുന്നു എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അസദ് അവസാന ദിവസങ്ങളിൽ ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചില്ല എന്നാണ്. കാരണം അസദ് പോലും ഭയപ്പെട്ടു, ഇറാൻ്റെ സഹായം തേടിയാൽ ഇസ്രയേൽ നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന്. അത് കൂടുതൽ അപകടം ചെയ്യുമെന്ന് അസാദ് ഒരു വശത്ത് ഭയപ്പെടുന്നു. മറുവശത്ത് ലഡാക്കിയ വിമാനത്താവളത്തിലേക്ക് റഷ്യയുടെ വൻ യുദ്ധവിമാനങ്ങൾ വരും എന്ന പ്രതീക്ഷ വെച്ച അസാദിന് അവിടെയും പരാജയമാണ് സംഭവിച്ചത്. ലഡാക്കിക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മാത്രമാണ് അവിടെ റഷ്യ ശ്രദ്ധിച്ചത്. റഷ്യ തങ്ങളുടെ തടി കേടാകാതെ നോക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഈ റഷ്യയിലേക്കാണ് അസദ് പോയത് എന്നതും കാര്യമായ അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം ഇറാനിൽ പോയാൽ ഒരുപക്ഷെ തൻ്റെ ഗതി എന്താകും എന്ന ഒരു അവസ്ഥയുമുണ്ട്. അത് മാത്രമല്ല, ഇറാൻ്റെ ഭരണകൂടം എത്ര കാലം സുദൃഢമായി നിൽക്കും? അതിനുള്ളിൽ ഇറാൻ ഉള്ളിൽ പുകയുന്ന ഒരു അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി ഒരുപക്ഷെ മിതവാദികളും തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ഒരു സംഘർഷം, ആ സംഘർഷം ഇറാൻ്റെ തന്നെ ഭരണകൂടത്തെ കശക്കി എറിയുന്ന അവസ്ഥയിലേക്ക് പോയാൽ ഈ പാപി ചെല്ലുന്നിടം പാതാളം എന്ന നിലയിലേക്കാകും. പട പിടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊടുത്ത് പട ഉണ്ടാകുന്ന അവസരം ഒഴിവാക്കാൻ തൽക്കാലം പുടിൻ തന്നെ ശരണം എന്ന അസദിൻ്റെ ഒരു തീരുമാനമാണ് അവിടെ എത്തിച്ചത്. ഇത് തിരിച്ച് ഇസ്രയേലിൻ്റെ പദ്ധതികളിലേക്ക് തിരിച്ചു വന്നാൽ, ഇസ്രയേലിനെ എക്കാലത്തും ഇറാഖ് ഒരു വെല്ലുവിളിയാണ്. ഇറാഖ് അതിശക്തമായ സാംസ്കാരിക പൈതൃകമുള്ള ഒരു രാജ്യമാണ്. ഇന്ന് ചിന്നിച്ചിതറി നിൽക്കുകയാണ്. അവിടെയുള്ള ഷിയ ഗ്രൂപ്പുകൾ സംഘടിച്ചാൽ എണ്ണത്തിൽ വലിയ എണ്ണമാണെന്ന് ഓർക്കണം. ആ ഗ്രൂപ്പുകൾ ആത്യന്തികമായി ഇസ്രയേലിൻ്റെ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് സിറിയ എന്നത് പൂർണ്ണമായി വിത്തിൻ കോട്ട്സ് അണുവിമുക്തമാക്കണം എന്ന ഡീസാനിറ്റൈസ് ചെയ്ത്, അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ആ കേന്ദ്രം ഇറാഖും സിറിയയും തമ്മിലുള്ള അതിർത്തി മേഖലയിൽ കൂടി ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആയുധക്കടത്തോ ആളുകളുടെ കടന്നുവരവും ഒഴിവാക്കാൻ. ഈ സിറിയൻ ആർമിയെ അമേരിക്കൻ പിന്തുണയോടെ ഇറാഖിന്റെ വലിയൊരു ഭാഗം അതിർത്തിയിലേക്ക് വിന്യസിച്ചു. അവർ ആ മേഖലയെല്ലാം അവരുടെ നിയന്ത്രണത്തിലാക്കി. ഷിയ മിലിഷ്യകൾക്ക് ഒരു രക്ഷയില്ല. കാരണം മറുവശത്ത് ഖത്തയും ഹിസ്ബുള്ള ജീവനും കൊണ്ട് ഇറാഖിലേക്ക് ഓടുകയത് ഒരു 150 കവചിത വാഹനങ്ങൾ. ഖത്തയും ഹിസ്ബുള്ള മാത്രമല്ല ഓടിയതിൽ പലതും സിറിയയുടെ ജനറൽമാരിൽ പലരും പ്രധാനപ്പെട്ട മിലിറ്ററി നേതാക്കളുടെ ഓൾറെഡി അങ്ങ് പോയി. മറ്റുള്ളവർ രഹസ്യമായി ഇസ്രയേലുമായും ടർക്കിയുമായും സന്ധി ചെയ്തു. അതിനർത്ഥം എന്താണ്? വരാൻ പോകുന്നത് അവർക്ക് മുൻകൂട്ടി കാണാൻ അറിയാം. തങ്ങളെ സ്പെയർ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് അവർ വെട്ടിപ്പൊട്ടിക്കാഞ്ഞത്. ഇവർ ഫൈറ്റ് ചെയ്തില്ലല്ലോ. ഈ അസദിന്റെ സൈന്യങ്ങൾ ഫൈറ്റ് ചെയ്യാതിരുന്നത് വളരെ ദുരൂഹമല്ലേ? അപ്പോൾ പൂർണ്ണമായും ഇതൊരു ഇസ്രായേൽ വിജയം, ഇറാൻ പതനം എന്ന് നമുക്ക് തീർത്തു പറയാമല്ലോ. സ്റ്റേജ് മാനേജ്ഡ് എന്നൊരു വാക്കുണ്ട്. ഈ സ്റ്റേജ് യുദ്ധം ജയിച്ചത് ഒരു പ്രത്യേക ദിവസമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ വിജയം മുൻകൂട്ടി തന്നെ എഴുതപ്പെട്ട വിജയമാണ്. വിജയം മുൻകൂട്ടി എത്തിയ ധാരണകൾ അനുസരിച്ച് ഏതാണ്ട് എല്ലാ പ്ലെയേഴ്സ്, അസദിൻ്റെ സൈന്യങ്ങൾ ഉൾപ്പെടെയുള്ള അസദ് ഒഴിച്ചുള്ള മറ്റെല്ലാവരും ഈ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഇപ്പോൾ കരുതേണ്ടി വരും. ഈ വിമത സൈന്യം എന്ന സൈന്യത്തിനുൾപ്പെടെ കടന്നു വരാനുള്ള ഒരു ലൈസൻസ് ഫ്രീ ആയിട്ട് നൽകപ്പെടുകയാണ്. ആ വിമത സൈന്യത്തിനെതിരെ ഇസ്രായേൽ അറ്റാക്കൊന്നും നടത്തിയില്ലല്ലോ. അതിനർത്ഥം എന്താണ്? ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് എല്ലാം നേരത്തെ തയ്യാറാക്കിയ ചിട്ടപ്പെടുത്തിയ തിരക്കഥയനുസരിച്ച് ഓരോ പ്ലെയേഴ്സും അവരവരുടെ റോള് ആടിത്തിമിർത്തു. നാളെ പക്ഷേ പുതിയ തിരക്കഥ, പുതിയ സംവിധാനം, പുതിയ കാര്യം. പക്ഷേ ആത്യന്തിക സംവിധായകൻ ഇപ്പോഴും ഇസ്രായേലും അമേരിക്കയും ഒക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും. ഏതായാലും ഇതൊരു ഇസ്രായേൽ വിജയകഥ തന്നെയാണ്. ഇറാൻ്റെ പതനം എന്ന് പൂർണ്ണമായി പറയേണ്ടി വരും. നാളുകളിൽ ഈ വിമത സഖ്യം ഏതൊക്കെ തലത്തിൽ ഇസ്രായേലിന് ഭീഷണി ഉയർത്തും എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.